ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റേ വൗ. ഏതൊരാൾക്കും അവരുടെ ലൈഫ് ഒന്ന് മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ ലൈഫിൽ ഒരു ചേഞ്ച് കൊണ്ടുവരണം എന്ന ആഗ്രഹം ഉണ്ടായിരിക്കാം അല്ലേ? പല ആളുകളുടെയും ലൈഫ് എന്ന് പറഞ്ഞാൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, പല ബുദ്ധിമുട്ടുകൾ അവർക്ക് നേരിടേണ്ടി വന്നേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ അവർക്ക് അവരുടെ ലൈഫ് ഒന്ന് കുറച്ചും കൂടെ ബെറ്റർ ആക്കിയെടുക്കണം, അല്ലെങ്കിൽ ഒരു മാറ്റം അതിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഞാനിനി പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഡെയിലി റൂട്ടീനിൽ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടെ മനോഹരമാക്കി എടുക്കാം. അതിൽ ആദ്യത്തെ കാര്യമാണ് പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളത്. പല റിസർച്ചിലും പറയുന്ന ഒരു കാര്യമാണ്. പണ്ടത്തെ ആളുകളെ, അതായത് ഒരു 20 വർഷം മുൻപുള്ള ആളുകളെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ആളുകൾ വളരെ കുറച്ച് സമയം മാത്രമാണ് പ്രകൃതിയിൽ സ്പെൻഡ് ചെയ്യുന്നത്. അതായത് ഇന്നത്തെ ആളുകൾക്ക് ഒന്നിനും ടൈമില്ല, ബിസി ലൈഫാണ്. അവർക്ക് ഒരുപാട് വർക്ക് ചെയ്ത് വന്നാലും ഇനി വീട്ടിൽ അവർ ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ കൂടി അവരൊന്നെങ്കിൽ TV കണ്ടിരിക്കും, അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്തിരിക്കും. അങ്ങനെയൊക്കെയാണ് അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഫോണിൽ നോക്കിയിരുന്ന് അല്ലെങ്കിൽ TV കണ്ടിരുന്ന് സമയം ചിലവഴിക്കുന്നതിന് പകരം നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിച്ചെല്ല. എന്നിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള ചെടികളും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗാർഡൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി നോക്കി വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ചും കൂടെ പ്രകൃതി ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഗാർഡൻ ഒന്നും ഇല്ല, അങ്ങനെയുള്ള വീടാണെങ്കിൽ നിങ്ങളൊന്ന് പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് ഒരു വാക്കിന് ഇറങ്ങുക. ഒക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാമിങ് എഫക്റ്റ് ആയിരിക്കും അതിൽ നിന്ന് കിട്ടുക. ഇനിയിപ്പോൾ നിങ്ങൾ ഒരുപാട് വർക്കൊക്കെ കഴിഞ്ഞ് ടയേർഡായി വീട്ടിലിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് പ്രകൃതിയിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾ ഹെൽത്തി ആയിട്ട് തോന്നും, ഒരു ഫ്രഷ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതുമാത്രമല്ല, നമ്മുടെ ദൈവത്തിൻ്റെ ഒരുപാട് ക്രിയേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അത് നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും. നിങ്ങളുടെ മെമ്മറി പവർ അതും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഓവറോൾ നിങ്ങൾക്ക് കൂടുതൽ റിലാക്സ് ആയ പോലെ ഫീൽ ചെയ്യും. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഫ്രണ്ട്സ് ഇവരെയൊക്കെ മറന്നു പോകുന്ന രീതിയിൽ അത്രത്തോളം നിങ്ങൾ ബിസി ആവാതിരിക്കുക. കിട്ടുന്ന സമയം അത് എത്ര കുറച്ചാണെങ്കിലും എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുക. ഇപ്പം സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാര്യമാണ്, ഇപ്പം എല്ലാവരും ഒരുമിച്ച് ഇരിക്കുകയാണ്. ഇപ്പം വീട്ടിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ഇരിക്കുകയാണെങ്കിൽ കൂടി ഓരോരുത്തരും അവരവരുടെ ഫോണിലായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുന്നത്. പരസ്പരം ആരും സംസാരിക്കുന്നുണ്ടായിരിക്കില്ല. ഇനിയിപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും അവിടെയും അങ്ങനെ തന്നെയാണ്. നമ്മളെല്ലാവരും കൂടി വൈകിട്ടൊക്കെ ഇരിക്കും, പക്ഷേ ആരും പരസ്പരം ഒന്നും സംസാരിക്കില്ല. എല്ലാവരും അവരുടെ ഫോണിൽ പലതും നോക്കിയിരിക്കുകയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ച് നിങ്ങൾക്ക് കിട്ടുന്ന സമയം അത് ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾ പല തമാശകളും പറഞ്ഞ് അല്ലെങ്കിൽ പഴയ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല രസമായിരിക്കും അത്. അങ്ങനെ എല്ലാവരും പറഞ്ഞിരിക്കുക. പിന്നീട് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്ന ഒരു കാര്യം, ദിവസത്തിൽ ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റോ നിങ്ങളൊരു ബുക്ക് വായിക്കാനിരിക്കുക. നിങ്ങളൊരു ബുക്ക് വായിക്കുകയാണെങ്കിൽ ചിലപ്പം വളരെ എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്ന സമയമോ ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷേ നിങ്ങളൊരു ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു സ്റ്റോറി ആണെങ്കിൽ ആ ഒരു സ്റ്റോറിയിലായിരിക്കും നിങ്ങളുടെ മൈൻഡ് കംപ്ലീറ്റ് ഉണ്ടായിരിക്കുക. നിങ്ങളത് വിഷ്വലൈസ് ചെയ്യും. ആക്ച്വലി നിങ്ങൾ അവിടെ അല്ലെങ്കിലും നിങ്ങൾ ആ ഒരു വേൾഡിലായിരിക്കും. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ റിലാക്സ്ഡ് ആയിട്ട് തോന്നും. നിങ്ങളുടെ ബ്രെയിൻ ഷാർപ്പ് ആവാനും കൂടുതൽ സ്മാർട്ട് ആവാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കോംപ്ലിമെൻറ്റ് പീപ്പിൾ. ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊരു നല്ല വാക്ക് പറയുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി തരികയാണ്, ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതൊരു മോട്ടിവേഷനാണ്. അവരും അതിൽ കൂടുതൽ ഹാപ്പി ആയിരിക്കും. കൂടാതെ നമ്മൾക്ക് മറ്റൊരാൾ ചെയ്യുന്ന ഒരു കാര്യം അംഗീകരിക്കാനുള്ള കഴിവും നമ്മളിൽ വർദ്ധിച്ചു വരും. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് എക്സസൈസ്. അത് നമ്മുടെ ലൈഫിൽ മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏതൊരു കാര്യമായാലും ശരി, എക്സസൈസ് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ഒരു ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല നിങ്ങളുടെ ഒരു മെൻ്റൽ ഹെൽത്തും കൂടിയാണ് അവിടെ ഇമ്പ്രൂവ് ആകുന്നത്. എക്സസൈസ് ചെയ്യാതെ നമുക്ക് ഒരിക്കലും എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ എനർജി നമുക്ക് ബൂസ്റ്റ് ചെയ്യാം, നമ്മുടെ മൂഡൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനും സാധിക്കും. നമ്മളിപ്പോൾ വല്ലാതെ സാഡായിരിക്കുക അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ ഒന്നിലും താല്പര്യം ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ അതൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് കൂടുതൽ എനർജറ്റിക് ആവാൻ സാധിക്കും. ടോക്ക് ടു എ സ്ട്രേഞ്ചർ, അതാണ് പിന്നീടുള്ളൊരു കാര്യം. നിങ്ങൾക്ക് അറിയാത്ത ഒരാളാണെങ്കിൽ കൂടി നിങ്ങൾ ജസ്റ്റ് ടോക്ക് ടു ഹിം. നിങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് കരുതി നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. നിങ്ങൾ കംഫർട്ടബിൾ അല്ലാത്ത കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ലൈഫിലൊരു ചേഞ്ച്, ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ നിങ്ങളിലുള്ള ആ ഒരു കോൺഫിഡൻസ് കൂട്ടിയെടുക്കാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും വളരെ ചെറിയ കാര്യമല്ലേ, വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമല്ലേ എന്ന്. പക്ഷേ ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അത് നിങ്ങൾക്ക് വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കും. സോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നും ചെയ്യുന്ന പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ടൈം മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ദിസ് ഈസ് മീ ഷോണ. ബൈ.